വർഷത്തിൽ 28 ദിവസം മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ഒരു ക്ഷേത്രം. ഇവിടുത്തെ പ്രസാദമായി നൽകുന്നതോ താടിയും. വളരെ വിചിത്രമായി തോന്നാം, എന്നാൽ അങ്ങനെയൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. കണ്ണൂർ ജില്ലയിലാണ് ഇങ്ങനെയൊരു വിചിത്രമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം ഏതെന്നും ഒപ്പം ക്ഷേത്രത്തിനു പിന്നിലെ ഐതിഹ്യവും ക്ഷേത്രത്തിന്റെ മറ്റു പ്രത്യേകതകളും ഒക്കെ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വയനാടൻ ചുരങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവിഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിലായാണ് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് പുണ്യമായാണ് ഭക്തജനങ്ങൾ കരുതിപ്പോരുന്നത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അടുത്തറിയുന്നത്. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഇതെന്നാണ് വിശ്വാസം. വർഷത്തിൽ വൈശാഖോത്സവം നടക്കുന്ന 28 ദിവസങ്ങളിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രവേശനമുള്ളത്. ശിവലിംഗം ഇവിടുത്തെ സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാൽ, നെയ്, ഇളനീർ എന്നിവ കൊണ്ടാണ് ഈ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുക. തിരുവിഞ്ചിറ എന്ന് അറിയപ്പെടുന്ന വലിയൊരു തടാകത്തിന്റെ മധ്യത്തിലായാണ് മണിത്തറ. ഇവിടെയാണ് ശിവലിംഗമുള്ളത്. ഈ മണിത്തറയിൽ ഉപയോഗിക്കുന്നത് തുമ്പയും തുളസിയും കൂവളത്തിലെയുമാണ്. ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും നൽകുന്നത് മലവാഴയുടെ ഇലയിലും. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ നീരെഴുന്നള്ളത്തിന് ജലം കൊണ്ടുപോകുന്നത് കാട്ടുകൂവയുടെ ഇലയിലുമാണ്. ഈ തടാകത്തിൽ തന്നെ മറ്റൊരു തറയുണ്ട്. അമ്മാറക്കല്ല് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇവിടെ ആദിപരാശക്തിയായ ശ്രീ പാർവതിയെ ആരാധിക്കുന്നു. വളരെ പ്രസിദ്ധമായ വൈശാഖോത്സവം നടത്തുന്നത് ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള നാളുകളിലാണ്. അന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. ഈ ക്ഷേത്രത്തെ വടക്കുംകാവ്, വടക്കീശ്വരം, തൃച്ചിറുമന എന്നീ ഒട്ടനവധി പേരുകളിലും അറിയപ്പെടുന്നു. വളരെ പ്രസിദ്ധമായ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിനു പിന്നിൽ ഒരു ഐതിഹ്യകഥയുണ്ട്. പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷയാഗം നടത്തുന്നത്. പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു. ഇതിൽ കോപാകുലനായ ശിവൻ ജട പറിച്ച് നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. പിന്നീട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയറുത്തു. 3 ലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പിന്നീട് പുനർജീവിപ്പിച്ചു യാഗം പൂർത്തിയാക്കുകയായിരുന്നു. ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് വളരെ കാലത്തിനു ശേഷം കൊടും വനമായി തീർന്ന ഈ യാഗസ്ഥലം കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്യ യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്നും രക്തം വരുകയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ തമ്പൂതിരി കൂവലയിലയിൽ കലശമാടിയത്രേ. വൈശാഖോത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതാണ് കൊട്ടിയൂർ എന്ന മഹാദേവ ക്ഷേത്രത്തിനു പിന്നിലുള്ള ഐതിഹ്യകഥ. വർഷത്തിൽ 28 ദിവസം മാത്രം തുറക്കുന്ന ഈ ക്ഷേത്രത്തിൽ അനുവർത്തിച്ചു പോരുന്ന പൂജകളും ആചാരങ്ങളും മറ്റൊരു ക്ഷേത്രത്തിലും നടത്തിപ്പോരുന്നില്ല. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഇവിടുത്തെ പൂജാവിധികൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഈ കൊട്ടിയൂരിനെ വ്യത്യസ്തമാക്കുന്നു. ഈ വൈശാഖോത്സവം നടത്തുന്ന ആദ്യത്തെ 11 നാളുകളിൽ ശിവൻ അതീവ കോപിഷ്ഠനാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോപം ശമിപ്പിക്കാൻ ഇവിടെ ഇളനീര് അഭിഷേകമാണ് നടത്തുക.
തീയ സമുദായത്തിൽപ്പെട്ടവരാണ് അതിനുള്ള അവകാശം. അവർ കൊണ്ടുവരുന്ന ഇളനീർ ശിവനുമേൽ അഭിഷേകം നടത്തി കോപം കുറയ്ക്കുന്നു. അങ്ങനെയാണ് ചടങ്ങുകൾ ചെയ്യുന്നത്. മലബാറിന്റെ തന്നെ മഹോത്സവം എന്നാണ് കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തെ കണക്കാക്കുന്നത്. വൈശാഖോത്സവ സമയത്ത് മഴ പെയ്യുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ആചാരങ്ങളിൽ പ്രദക്ഷിണ വഴിയിൽ വെള്ളം ഒഴുകിയിരിക്കണം. കൊട്ടിയൂരിലെത്തി പ്രാർത്ഥിക്കുന്നത് വലിയ ഫലമാണ് ഉള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ ആൾരൂപം സമർപ്പിച്ചാൽ എല്ലാ രോഗങ്ങളും മാറുമെന്നും അഷ്ടബന്ധം നെറ്റിയിൽ തൊട്ട അസുഖങ്ങൾ മാറി പൂർണ്ണ ആരോഗ്യം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബാവലിപ്പുഴയിൽ കുളിച്ചു വേണം കൊട്ടിയൂരിൽ ദർശനം നടത്താൻ. പുഴയിൽ മുങ്ങിയ ശേഷം ഇവിടുത്തെ ക്ഷേത്രത്തിലെ വലം വെച്ചൊഴുകുന്ന തിരുവഞ്ചിറ അരുവിയിലൂടെ പോയി സ്വയംഭൂവായ ശിവലിംഗമുള്ള മണിത്തറയിലെത്തി പ്രതിഷ്ഠകളെ വലം വെച്ച് തൊഴുകുകയാണ് അടുത്ത പടി. തുടർന്ന് ഇവിടെ വഴിപാടുകൾ നടത്തി പ്രസാദം വാങ്ങിയ ശേഷം ഭണ്ഡാരം പെരുകി മടങ്ങാം. ഇന്ത്യയിലെ തന്നെ താടി പ്രസാദമായി ലഭിക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണ് അക്കരെ കൊട്ടിയൂർ. കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് താടി രൂപത്തിലുള്ള ഓടപ്പൂവ് പ്രസാദമായി ലഭിക്കും. ദക്ഷയാഗം നടത്തിയ കർമ്മിയായ ഭൃഗുമുനിയുടെ താടിയാണെന്നാണ് സങ്കല്പം. ഈ താടി പൂവിനെ ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. വീടുകളിലും വാഹനങ്ങളിലും ഐശ്വര്യത്തിന് വേണ്ടി ഇത് തൂക്കിയിടുന്നു. വയനാടിന്റെ മലനിരകളിൽ നിന്നും വനം വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടു കൂടിയാണ് ഓടപ്പൂവിന് വേണ്ട ഈറ്റ ശേഖരിക്കുക. പാകത്തിന് മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചീർപ്പ് കൊണ്ട് ചീകിയെടുത്ത് വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ചതിനു ശേഷമാണ് പ്രസാദമാകുന്ന ഓടപ്പൂവാകുന്നത്. വൈശാഖോത്സവ കാലത്ത് ഓടപ്പൂ നിർമ്മാണത്തിലൂടെ തൊഴിൽ കണ്ടെത്തുന്ന അനേകം ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമാണ് ഒരു മാസത്തെ വൈശാഖോത്സവത്തിൽ ഓടപ്പൂ വിൽപ്പനയിലൂടെ ലഭ്യമാകുന്നത്. പുഴയുടെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അക്കരെ കൊട്ടിയൂരിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര സമയം കണ്ടതും അറിഞ്ഞതും. എന്നാൽ പുഴയുടെ തെക്കുഭാഗത്തായി ഇക്കരെ കൊട്ടിയൂർ എന്നൊരു മഹാദേവ ക്ഷേത്രം കൂടിയുണ്ട്. വൈശാഖോത്സവ നാളുകളിലല്ലാതെ മറ്റുള്ള നാളുകളിൽ ഭഗവാൻ ഇവിടെ സന്നിഹിതനായിരിക്കും. ഈ കാലത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. കൊട്ടിയൂർ ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഈ രണ്ട് മഹാദേവ ക്ഷേത്രങ്ങളും സന്ദർശിക്കണം. വളരെ വിചിത്രമായ എന്നാൽ വർഷത്തിൽ 28 നാളുകളിൽ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന രണ്ട് ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിഞ്ഞത്. ഇതുപോലെ മറ്റൊരു ക്ഷേത്രവും അവിടുത്തെ കാഴ്ചകളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.